നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വേസ്റ്റ് കൊണ്ടിടാൻ നമ്മൾ അനുവദിക്കാറുണ്ടോ? ഇല്ല അല്ലേ? പിന്നെ എന്തിനാണ് നമ്മളിലേക്ക് ആളുകളെ വേസ്റ്റ് കൊണ്ടിടാൻ അനുവദിക്കുന്നത്? പെട്ടെന്ന് മനസ്സിലായില്ല അല്ലേ? പക്ഷേ ആളുകൾ കൊണ്ടിടുന്ന ഈ വേസ്റ്റാണ് നിങ്ങളുടെ ജീവിതം ഇന്ന് ഏറ്റവും ദുരിതം നിറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്തു വേസ്റ്റാണ് ആളുകൾ എൻ്റെ അടുത്ത് കൊണ്ടിടുന്നതെന്ന്. അത് മറ്റൊന്നുമല്ല, ആളുകൾ അവരുടെ ബുദ്ധിമുട്ട് നിറഞ്ഞ കഥകളും വിഷമകഥകളും അവരുടെ അസുഖത്തെക്കുറിച്ചും റിലേഷൻഷിപ്പിലെ പ്രശ്നത്തെക്കുറിച്ചും അവരുടെ കരിയറിലെ ബുദ്ധിമുട്ടിനെ കുറിച്ചും അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ചും എല്ലാം നിങ്ങളോട് വന്ന് വളരെ സഹതാപത്തോടെ സംസാരിക്കാറില്ലേ? അവർ വന്ന് നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളോട് ഒരാൾ വന്ന് ഇത്തരത്തിലുള്ള അവരുടെ ദുഃഖം നിറഞ്ഞ, വിഷമം നിറഞ്ഞ, ബുദ്ധിമുട്ട് നിറഞ്ഞ കഥകൾ പറയുമ്പോൾ അവരോടൊരു സിമ്പതിക്ക് വേണ്ടിയെങ്കിലും നിങ്ങളും ഇതേ ഇമോഷനിലൂടെ കടന്നു പോകാറില്ലേ? പലരും നമ്മുടെ ജീവിതത്തെ ഇത്തരം സാഹചര്യങ്ങളുമായി കമ്പയർ ചെയ്യാർ പോലുമുണ്ട്. ശരിയല്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഇതിനു മുമ്പുള്ള പ്രോഗ്രാമുകളിലും വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ അനുഭവിക്കുന്നത്, അതാണ് നിങ്ങളുടെ ജീവിതമായി മാറുന്നത്. നിങ്ങൾ അവരുടെ കഥകൾ കേട്ട് ആ ഇമോഷനിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഇത്തരം സാഹചര്യങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ, ന്യൂട്ടൺസ് ലോ അനുസരിച്ച് നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ, എന്തനുഭവിക്കുന്നുവോ അത് അതേ രീതിയിൽ നമ്മളിലേക്ക് തിരിച്ചു വരുമെന്ന്. ജീവിതം സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ, സ്നേഹം നിറഞ്ഞതാണെങ്കിൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം മോശകരമായ രീതിയിലായിരിക്കും ചിലപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും കൂടി മറ്റുള്ളവരുടെ ഈ വേസ്റ്റ് കൂടി നിങ്ങൾ എന്തിനു ചുമക്കണം? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതം ഏറ്റവും മികച്ചതായിരിക്കാനല്ലേ? നിങ്ങളുടെ ജീവിതം ഇത്തരത്തിൽ മികച്ചതായിരിക്കണമെങ്കിൽ നിങ്ങൾ ഇത്തരം നെഗറ്റീവ് വികാരങ്ങളെ കൊണ്ട് നടക്കേണ്ടതുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി ഇത്തരം ആളുകൾ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ വരുമ്പോൾ ബോധപൂർവം നമ്മൾ സബ്ജക്റ്റ് മാറ്റുക, മറ്റേതെങ്കിലും സബ്ജക്റ്റിലേക്ക് നമ്മൾ അവരെ കൊണ്ടുപോവുക. അപ്പോൾ അവർക്ക് താനെ മനസ്സിലാവും നമുക്കിതിനോട് താല്പര്യമില്ല എന്ന്. ഞാൻ എന്നോട് ഇത്തരത്തിലുള്ള സംസാരിക്കാൻ വരുന്നവരോട് പലപ്പോഴും നേരിട്ട് തന്നെ പറയാറുണ്ട്, എനിക്കിത് കേൾക്കാൻ താല്പര്യമില്ല എന്ന്. അത് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സബ്ജക്റ്റ് മാറ്റി നിങ്ങൾ അതിൽ നിന്ന് മാറുക. എന്തിനാണ്? നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി. അല്ലെങ്കിൽ നഷ്ടം അവർക്കല്ല, നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ, വിജയകരമായ ഒരു ജീവിതമാണെങ്കിൽ നിങ്ങൾ നിരന്തരം ചിന്തിക്കുന്നതും അത്തരം കാര്യങ്ങളെക്കുറിച്ചാകും. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് ചിലപ്പോൾ ഇത്രയും സ്മൂത്തായ ലൈഫ് ആയിരിക്കില്ല. പക്ഷേ നിങ്ങളുടെ ചിന്തകൾ, നിങ്ങൾ ആ സ്വപ്നം കാണുന്ന ജീവിതത്തെക്കുറിച്ച് തിരിച്ചുവിടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിനു മുമ്പുള്ള പല വീഡിയോകളിലും നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്, അത് നിങ്ങൾക്ക് പ്രയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു വിജയകരമായ, ശുഭകരമായ ഒരു ദിവസം നേരുന്നു. താങ്ക് യു വെരി മച്ച്.